കർണാടകയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോഗ വെള്ളച്ചാട്ടത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന തലകുപ്പ സ്റ്റേഷനിൽ നിന്നും നമ്മളൊരു ചെറിയൊരു റൂറൽ ട്രെയിൻ യാത്ര നടത്താൻ പോവാണ്. തലകുപ്പയിൽ നിന്നും ഷിമോഗയ്ക്ക് പോവാണ്. ഈ കിടക്കുന്ന തലകുപ്പ ഷിമോഗ പാസഞ്ചർ, ഇതിൻ്റെ ലോക്കോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. ഇത് കൃഷ്ണരാജപുരം ഷെഡിൻ്റെ ഒരു WP7 ആണ്. ഇന്ത്യൻ പതാകയുടെ ലിവറിയിലുള്ള ഒരു കിഡിരൻ WP7 ലോക്കോ 39140. അപ്പോൾ ഈ ഒരു ലോക്കോ വെച്ചിട്ടുള്ള ഈ ഒരു പാസഞ്ചർ ട്രെയിനിനാണ് നമ്മൾ പോകുന്നത്. ഈ പാസഞ്ചർ സ്ലീപ്പറൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ മറ്റേ മൈസൂരു തലകുപ്പ എക്സ്പ്രസ് റേക്ക് വെച്ചിട്ടുണ്ട് ഒരു പാസഞ്ചർ ഓടിക്കുന്നത് ഷിമോഗയ്ക്ക് മെയിനായിട്ട് പോകുന്നത് വെള്ളം നിറയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്. ഒരു മൂടായിട്ട് വരുന്നുണ്ട്, മൺസൂൺ മൂടായിട്ട് വരുന്നുണ്ട്. മഴ ഇപ്പോൾ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. അപ്പോൾ ഒരു നാടൻ റൂറൽ പക്ക കർണാടക റൂറൽ ട്രെയിൻ യാത്രയാണ് ഇന്ന് നടത്താൻ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വേണ്ട നല്ലപോലെ ഇപ്പം ചാറുന്നുണ്ട്. മഴ കുറച്ചുകൂടെ കഴിയുമ്പോൾ പെയ്യും. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ പൈലറ്റ്സ് ഒന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ടും. കാരണം വണ്ടി വിടാൻ ഇനിയൊരു 50 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്ലീപ്പർ കോച്ചിൽ പോയി കയറാം. എന്തായാലും ജനറലിലെ വയസ്സ് സ്ലീപ്പറിന് പോകാമല്ലോ. അപ്പോൾ എന്തിനാണ് അവിടെ ജനറലിൽ കയറിയിരിക്കുന്നത്? സ്ലീപ്പറിൽ ഇരുന്ന് നല്ല ചുകിച്ച് പോകാമല്ലോ. അപ്പോൾ ഇവിടെ സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് വർക്കൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഈ റൂട്ട് ശരിക്കും പറഞ്ഞാൽ 1930 ആരംഭിച്ച ഒരു റൂട്ടാണ്. അറിയോ, പണ്ട് തൊട്ടേ ഉള്ളൊരു റൂട്ടായിരുന്നു. പണ്ട് ഈ റൂട്ട് മീറ്റർ ഗേജ് ആയിരുന്നു. പിന്നെ അത് ഗേജ് കൺവേർഷനൊക്കെ നടത്തി ഇത് ബ്രോഡ് ഗേജ് ആക്കി എടുത്തതാണ്. ഈ മഴ കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നത്. ഇപ്പോഴാണ് മഴ കിട്ടുന്നത്. മഴ കൊണ്ട് തന്നെ നമുക്ക് പോകാം. എനിക്ക് മഴ കൊള്ളാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പനി പിടിച്ചാലും കുഴപ്പമില്ല. എനിക്കങ്ങനെ മഴ കൊണ്ട് അങ്ങനെ പനി പിടിക്കുന്ന ശീലമൊന്നും എനിക്കില്ല. രസമാണ് മഴ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൽ സ്ലീപ്പറിലുണ്ട് ഇവിടെ എല്ലാം കയറാം. നമുക്ക് അങ്ങോട്ട് പോകാനകത്ത് ഈ ലെഫ്റ്റ് സൈഡിലിരിക്കാം, പിന്നെ തിരിച്ചതിനകത്ത് റൈറ്റ് സൈഡിലിരിക്കാം. അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ എന്താണ്ട് ഇവിടെ ഒരു സൈഡ് ലോറി പിടിച്ച് കണ്ട് ഇവിടെ ഇരിക്കുകയാണ്. പുറത്ത് മഴയാണ്. മഴയൊന്ന് തോരട്ടെ. വീഡിയോ ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്ന ഇടയ്ക്ക് തന്നെ പാരലായിട്ട് അങ്ങ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യണം, ഇവിടെ വന്നിട്ട് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെയാണ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലും ചെയ്യുന്നത്. ഗ്ലാസ്സിലൊക്കെ മൊത്തം പേപ്പറായി. അങ്ങനെയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. എൻ്റെ കണ്ണാടി ഇല്ലാത്ത കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പേടിച്ചു പോകല്ലേ. അപ്പോൾ മഴയൊക്കെ നൈസായിട്ട് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പാസഞ്ചർ കണ്ട് ഇവിടെ നിന്ന് വിട്ടിരിക്കുകയാണ്. കറക്റ്റ് 11:20 തന്നെ ചെറിയ ഡ്രിസ്ലിങ്. ഈ ഒരു കാലാവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ചെറിയൊരു ചാറ്റൽ മഴ. ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ എന്തായാലും ഈ റൂട്ടിന് വൈബായിരിക്കും. നമ്മൾ രാവിലെ വന്നപ്പോൾ അത്രയും ആസ്വദിക്കാൻ പറ്റിയില്ല. ഈ ഒരു ഇങ്ങനത്തെ ഒരു മഴയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നല്ല കുത്തി മഴ പെയ്യത്തില്ല, ആ മഴ വേണ്ട. ഈ ഒരു ചെറിയൊരു ഡ്രിസ്ലിംഗ് മഴ മതി. ഇങ്ങനെ നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊരു 1.5 റേഞ്ചിൽ നമ്മൾ ഷിമോഗ എത്തും കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് പാടങ്ങളാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചെറിയ കാട് പോലത്തെ അങ്ങനത്തെ ഏരിയ ഒക്കെ വരും. കാണിച്ചു തരാവേ. ഈ ഒരു റീജിയന് ശരിക്കും പറയുന്നത് മൽനാട് റീജിയൻ എന്നാണ്. അപ്പോൾ ഈ ബിരൂർ എന്നാണ് ശരിക്കും ഈ തലകുപ്പയിലൊക്കെ ലൈൻ അവർ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ബിരൂർ ടു ഷിമോഗയായിരുന്നു. ബിരൂർ ടു ഷിമോഗ ലൈൻ ഓപ്പൺ ചെയ്യുന്നത് 1899 പിന്നെ ഇത് തലകുപ്പയിലേക്ക് എക്സ്റ്റെൻഡ് ആക്കിയതാണ് 1930s 40s ആ ഒരു ടൈം പീരീഡിൽ. അപ്പോൾ ഇത് മെയിനായിട്ട് ജോഗ് ഫോൾസിലേക്ക് ഉള്ളൊരു കണക്ഷനാണ്. ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് ജോഗ് ഫോൾസിലേക്കുള്ളൊരു റെയിൽ കണക്ടിവിറ്റിയാണ് ഈ തലകുപ്പയിലേക്കുള്ള ഈ ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ കാടുകളിൽ നിന്ന് ഈ തടി കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പം അങ്ങനെ തടിയൊന്നും കൊണ്ടുപോകാറില്ല. ചിലപ്പോൾ പണ്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ഇപ്പം അങ്ങനെ തടിയൊന്നും കൊണ്ടുപോകാറൊന്നുമില്ല. തടി കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയൊരു റെയിൽ റൂട്ട് എന്നാണ് പറയപ്പെടുന്നത്. 2007 ഈ ഒരു റൂട്ടിലെ ഗേജ് കൺവേർഷനൊക്കെ കഴിഞ്ഞ് മീറ്റർ ഗേജിൽ നിന്നും ബ്രോഡ് ഗേജിലേക്ക് ആക്കിയത് കേട്ടോ. അതുവരെ ഇത് മീറ്റർ ഗേജ് ആയിരുന്നു. ഇലക്ട്രിഫൈ ആക്കിയതും 2 കൊല്ലം മുമ്പാണ്. അതിന് 2 കൊല്ലം മുമ്പ് വരെ ഇവിടെ ഡീസൽ ട്രെയിനുകളാണ് ഓടിക്കൊണ്ടിരുന്നത്.
നമ്മുടെ പാസഞ്ചറിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് കണ്ടെത്തുവാണ് സാഗര സ്റ്റേഷൻ കേട്ടോ. ഈ ഒരു റൂട്ടിലെ ഒരു മെയിൻ സ്റ്റേഷൻ, മെയിൻ സ്ഥലമാണ് സാഗര എന്ന് പറയുന്നത്. അപ്പോൾ ഈ പല സ്ഥലത്തേക്കൊക്കെ പോകേണ്ട ആൾക്കാർ ഈ സാഗര ഇറങ്ങിയിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഈ ബസ്സുകളൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ ഈ സാഗര ഇറങ്ങിയാലേ. അപ്പോൾ നമ്മൾ സാഗര സ്റ്റേഷനിലേക്ക് കണ്ട് കയറാൻ പോകുന്ന വഴിക്ക് നമുക്കൊരു ക്രോസിംഗ് കൂടെ കിട്ടും. മൈസൂരു തലകുപ്പ ഇൻ്റർസിറ്റി ഉണ്ട് രാവിലെ മൈസൂരിൽ നിന്ന് വിടുന്നത്. അപ്പോൾ അതുമായിട്ട് നമുക്കൊരു ക്രോസിംഗ് കിട്ടുമേ. നമ്മൾ മഴയില്ലാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പോൾ നല്ല മഴയാട്ടോ. നല്ല മഴയാണ് ഇപ്പോൾ. നനഞ്ഞ് കുളിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഉദ്ദേശം, വേറൊന്നുമല്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മഴ നനയുന്നത്. നിങ്ങൾക്കും മഴ നനയുന്നത് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വെറും 25 രൂപയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഷിമോഗ വരെ പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര ചീപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 50 രൂപ മാത്രമേ ഉള്ളൂ യാത്രാ ചിലവ്. വണ്ടിക്കകത്ത് ഇതുവരെ ആളൊന്നും കയറിയിട്ടില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഈ കോച്ചിൽ, വേറെ ഒറ്റ മനുഷ്യന്മാരില്ല. ഇവിടുന്ന് ഷിമോഗ വരെ പോകാൻ 97 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു സ്റ്റോപ്പാണ്. അഡ്ഡേരി എന്ന സ്റ്റേഷനിലാണ്. അതിൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ പ്ലാറ്റ്ഫോമിനകത്ത് ഇരിക്കുന്നത്. ബാക്കിയെല്ലാം ട്രെയിൻ പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. ഹോൾട്ട് സ്റ്റേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു ക്രോസിംഗ് ഉണ്ടെന്ന്, ഒരു മൈസൂർ തലകുപ്പ ഇൻ്റർസിറ്റി. അതിപ്പോൾ ആനന്ദപുരം സ്റ്റേഷനിൽ വെച്ച് ആ ക്രോസിംഗ് നടക്കും. ആ വണ്ടി ആനന്ദപുരം സ്റ്റേഷനിലേക്ക് കയറുവാണ്. നമ്മളൊരു 5-10 മിനിറ്റിനുള്ളിൽ ആനന്ദപുരം സ്റ്റേഷനിലെത്തും. പാസഞ്ചർ ഓൺ ടൈമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ക്രോസിങ്ങിന് വേണ്ടി കിടക്കുന്ന മറ്റേ മൈസൂരു താൽകുപ്പ ഇൻ്റർസിറ്റി LHB വണ്ടിയാണല്ലോ അത്. അതുകൊള്ളാം കേട്ടോ, LHB കേട്ടോ, LHB P7.
ഇതൊക്കെ നമ്മുടെ അവിടുത്തെ മറ്റേ കോട്ടയം നിലമ്പൂരില്ലേ അതേപോലത്തെ വണ്ടിയൊക്കെയാണ് ഇവിടുത്തെ കേട്ടോ. വലിയ അത്ര പേര് കേൾക്കാത്ത വണ്ടിയൊക്കെയാണ്. അതുവരെ LHP ആയി പോരെ. എന്തായാലും അത് നല്ല കിടിലം പുതിയ 2026 മേട് കോച്ച്. വേറെ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേക്ക് അലോട്ട് ചെയ്തതാണ്, പക്ഷേ അത് ഇവർ അടിച്ചു മാറ്റി 2026 പുതുപുത്തൻ കോച്ചല്ല. അങ്ങോട്ടോ അടിപൊളിയല്ലേ. നമ്മുടെ അവിടെ കോഴിക്കോട് ജനശതാബ്ദി തന്നെ ഈയിടെയാണ് LHP ആയി. ഇനി മറ്റേ കോട്ടയം നിലമ്പൂർ പോലത്തെ കുറേ ഇൻ്റർസിറ്റി വണ്ടികളൊക്കെ ഇനി ഏത് കാലത്താവുമോ എന്തോ. നമ്മളെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അരസലൂർ എന്ന റെയിൽവേ സ്റ്റേഷനിലെത്തുകയും, അപ്പോൾ ഈ അരസലൂർ റെയിൽവേ സ്റ്റേഷനിലൊരു പ്രത്യേകതയുണ്ട്. അതായത് 90s കാലഘട്ടങ്ങളിൽ ദൂരദർശനിൽ ഫിലിം ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെലിവിഷൻ സീരീസ് നിങ്ങൾക്കറിയായിരിക്കും, മാൽഗുഡി ഡേയ്സ്. പല ആൾക്കാരുടെയും കുട്ടിക്കാലം ഭയങ്കര മനോഹരമാക്കിയ ഒരു ടെലിവിഷൻ സീരീസ് ആയിരുന്നു ഈ മാൽഗുഡി ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാൽഗുഡി ഡേയ്സിൽ കാണിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ അരസലൂർ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾക്കറിയാമോ? ഷിമോഗ തലകുപ്പ സെക്ഷനിലെ അരസലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ മാൽഗുഡി ഡേയ്സ് അതിൻ്റെ ആ റെയിൽവേ സീൻസും ആ റെയിൽവേ സ്റ്റേഷനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അരസലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കാണിച്ചു തരാം, നമ്മളിപ്പോൾ എത്തുമ്പോൾ കാണിച്ചു തരാം. അവിടെ ഒരു മ്യൂസിയവും പിന്നെ അവിടെ ഒരു കഫേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ മ്യൂസിയത്തിൽ അന്നത്തെ കുറേ ഫോട്ടോഗ്രാഫ്സും സംഭവങ്ങളൊക്കെ ആ മ്യൂസിയത്തിൽ അവിടെ ഉണ്ട്. അപ്പോൾ അരസലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ എത്തും, കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ പലർക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വരും. കാരണം ആ മാൽഗുഡി ഡേയ്സിൽ കാണിച്ചിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ അരസലൂർ റെയിൽവേ സ്റ്റേഷൻ. അതിൽ മാൽഗുഡി റെയിൽവേ സ്റ്റേഷനാണ് പറയുന്നത്, പക്ഷേ അത് എക്സാക്ട്ലി അരസലൂർ എന്ന പേരുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ചെറിയൊരു ഹോൾട്ട് സ്റ്റേഷനാണ്. അപ്പോൾ ആ ഒരു പഴയ ആ ഒരു നൊസ്റ്റാൾജിക് മെമ്മറി കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അവരിപ്പോഴും ആ റെയിൽവേ സ്റ്റേഷൻ നല്ല മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മൈസൂർ ഡിവിഷൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് അവിടെ ഒരു മ്യൂസിയം സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. കാണിച്ചു തരാം. ശരിക്കും മാൽഗുഡി എന്ന് പറഞ്ഞ സ്ഥലമൊന്നുമില്ല, അതൊരു ഫിക്ഷണൽ ടൗൺ ആണ്. ഈ മാൽഗുഡി ഡേയ്സ് എന്ന ടെലിവിഷൻ സീരീസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ അഗുംബെ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ അഗുംബെ ആ റീജിയനിലൊക്കെയാണ് വില്ലേജ് സീൻസൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷനിലെ സീൻസൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ അരസലൂർ സ്റ്റേഷനിലാണ്. ഇതാണ് ആ മാൽഗുഡി ഡേയ്സിൽ കാണിക്കുന്ന മാൽഗുഡി റെയിൽവേ സ്റ്റേഷൻ, ശരിക്കുമുള്ള അരസലൂർ റെയിൽവേ സ്റ്റേഷൻ. കണ്ട, അപ്പോൾ ഇവിടെ മ്യൂസിയം സംഭവങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. നമുക്ക് ട്രെയിനിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ തന്നെയാണ്, ഈ പ്ലാറ്റ്ഫോമിനടുത്ത് തന്നെയാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, അവിടെ ആണ് മ്യൂസിയം. പിന്നെ അവിടെ ഒരു മാൽഗുഡി കഫേ എന്ന് പറഞ്ഞാൽ അവിടെ പുറത്തൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതാണ് ആ മാൽഗുഡി റെയിൽവേ സ്റ്റേഷൻ, അരസലൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇത് കേട്ടോ. ഈ അരസലൂർ സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴേ നമ്മളൊരു വനപ്രദേശം പോലുള്ള സ്ഥലത്തൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് ചുറ്റിനും രണ്ട് സൈഡിലും ഒന്നുമില്ല, കാടാണ് ഫുള്ള് കേട്ടോ. വളവും തിരിവും ഒക്കെയാണേ, അങ്ങനത്തെ ഒരു സെക്ഷനാണിതേ.
ആ കാട് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഫുള്ള് പ്ലെയിൻ ലാൻഡായി. ഇത് കണ്ടോ, അങ്ങനെ പല തരത്തിലുള്ള ലാൻഡ്സ്കേപ്പ് നമുക്ക് ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. ഫുള്ള് പ്ലെയിൻ ലാൻഡാണ്, എന്തോ കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് കുംസി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, കുംസി. അപ്പോൾ കുംസി സ്റ്റേഷനൊക്കെ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ടേ. ഇതാണ് കുംസി എന്ന് പറഞ്ഞ സ്റ്റേഷൻ. ആ ആനന്ദപുരം സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെയുള്ള അടുത്ത ക്രോസിങ് സ്റ്റേഷനാണ് ഈ കുംസി എന്ന് പറയുന്നത്. വലിയ ആളൊന്നും ഇല്ല കേട്ടോ കയറാൻ വേണ്ടിയേ. ഒന്നാമത് ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് വലിയ ആളൊന്നും ഇല്ല. ഷിമോഗ എത്തുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് സ്റ്റോപ്പാണ് നമ്മൾ എത്തുകയാണ്. കൊനകവള്ളി ഹോൾട്ട് സ്റ്റേഷനാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ ഷിമോഗ എത്തും. മറ്റേ ആ കുംസി എന്ന സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഉള്ളത് ഈ ഹോൾട്ട് സ്റ്റേഷൻസ് മാത്രമാണ്, വേറെ ഒന്നുമില്ല. എല്ലാ സ്റ്റേഷനിൽ നിന്ന് ഒരു 5 പേര് 6 ഇഞ്ചൊക്കെ കയറുന്നുള്ളൂ, കാലിയാണ് വണ്ടി. ഷിമോഗ എത്താറായപ്പോൾ ഇവിടെ എന്തോ യാർഡോ അങ്ങനെ എന്തോ സംഭവം ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് കണ്ടോ. കുറെ ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുന്ന എന്താ ഒരു പിടിയും കിട്ടുന്നില്ല. എന്തോ പണി കാണും ഇവിടെ. ഡബിൾ ലൈൻ അല്ല, വേറെന്തോ യാർഡോ അങ്ങനെ എന്തോ സാധനം പണി കാണും ഇവിടെ. അത് തന്നെ ഇതുണ്ട്, പിറ്റ് ലൈൻ പണിയുന്നത് കണ്ടോ, യാർഡാണ് ഇവിടെ പണിയുന്നത് കണ്ടോ. അത് കൊള്ളാം. അപ്പൊ ഷിമോഗയിൽ പിറ്റ് ലൈൻ വരുന്നുണ്ട്. ഇത് കണ്ടാ, അതായത് ഷിമോഗയിൽ എന്തെങ്കിലും വണ്ടിയൊക്കെ തുടങ്ങണമെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പിറ്റ് ലൈൻ പണിയുന്നത്. ഇത് കണ്ടാ. അപ്പോൾ ഷിമോഗയിൽ ഇപ്പോൾ പിറ്റ് ലൈൻ പണിതുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഭയങ്കര വലിയ എന്തോ സംഭവം പണിയാണ് കേട്ടോ. കോച്ചിൻ ഡിപ്പോ എന്തോ പണിതുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം. ഇനി അടുത്ത കൊല്ലം വല്ല ഈ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഷിമോഗ ടൗണിലെത്തിയിരിക്കുകയാണ്. 2 ഷിമോഗ സ്റ്റേഷനുണ്ട് ഇവിടെ. ഒരു വെറും ഷിമോഗയുണ്ട്, ഒരു ഷിമോഗ ടൗണും ഉണ്ട്. ശരിക്കും ശിവമൊഗ്ഗ എന്നാണ് പറയുന്നത് കേട്ടോ, ശിവമൊഗ്ഗ ടൗൺ. അപ്പോൾ ഈ കിടക്കുന്ന ഇത് യശ്വന്ത്പൂർ വന്നൊരു വണ്ടിയാണ്. ഇതൊരു ഓവർനൈറ്റ് വണ്ടിയാണ് കേട്ടോ, യശ്വന്ത്പൂർ ഷിമോഗ ടൗൺ. ഇത് ഇവിടെ നിന്ന് രാത്രി എടുത്ത് രാവിലെ യശ്വന്ത്പൂർ എത്തുന്നൊരു വണ്ടിയാണ്. അതാണ് ഈ കിടക്കുന്നത്. നല്ല പുതുപുത്തൻ ബ്രേക്കാണല്ലോ. എല്ലാം 26 സ്പീഡ് കോച്ച് നോക്കി, അടിപൊളി. ആ AC 1-2 പഴയതായിരുന്നു. സ്ലീപ്പറൊക്കെ എല്ലാം സെൻട്രൽ റെയിൽവേയുടെ ഒക്കെ കോച്ച് നമുക്ക് ഉള്ള അടിപൊളി കോച്ചുകൾ. ഇതൊരു ഓവർനൈറ്റ് വണ്ടി. ഇത് നേരത്തെ ഇല്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഞാൻ ഇത് കണ്ടില്ല. ഇത് ആദ്യമായിട്ട് ഇപ്പോൾ കാണുന്നത്. ചിലപ്പോൾ പുതിയ വണ്ടി ആയിരിക്കും. അങ്ങനെ നമ്മൾ ശിവമൊഗ്ഗ ടൗണിലെത്തി. ഇനി നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ചുള്ള ടിക്കറ്റ് എടുക്കണം, പിന്നെ എന്തിന് ഫുഡും കൂടെ വാങ്ങിക്കണം, എന്നിട്ട് നമ്മുടെ എഡിറ്റിംഗ് പരിപാടി ബാക്കി ചെയ്യണം. അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടെ ടൈം മാനേജ് ചെയ്ത് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഒരു വീക്കിലി വണ്ടി ഇപ്പം തലകുപ്പയ്ക്ക് യശ്വന്ത്പൂർ എന്നുണ്ടെന്നേ. ആ വണ്ടിയുടെ റേറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് ഈ ഷിമോഗ ടൗൺ യശ്വന്ത്പൂർ. അപ്പോൾ ഇത് ഒരു ദിവസം തലകുപ്പയ്ക്ക് വരും, ഒരു ദിവസം ഷിമോഗയ്ക്ക് വരും. അങ്ങനെയാണ് ഇത് പരിപാടി. ഇടയ്ക്ക് ചില പഴയ കോച്ചുകളുണ്ട്, പക്ഷേ ഇത് നല്ല കിടിലും പുത്തൻ കോച്ചാണ്. നോക്കി, സെറ്റ് കോച്ച് കേട്ടോ, എല്ലാം പുത്തൻ കോച്ചുകളാണ്. ഓൾമോസ്റ്റ് എല്ലാം പുത്തനാണ് കേട്ടോ. ആ രാത്രി 11:55 എടുത്തിട്ട് വെളുപ്പിന് 4:45 യശ്വന്ത്പൂർ എത്തുന്നൊരു വണ്ടിയാണത്. ഇതാണ് ശിവമൊഗ്ഗ ടൗൺ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇവിടെ ഷിമോഗാൻ്റെ വേറൊരു സാധാ സ്റ്റേഷനുണ്ട്, അത് നമ്മൾ ബിരൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിക്കാണ്. ആ ചെറിയ സ്റ്റേഷനാണ്. പക്ഷേ ഇതാണ് മെയിൻ സ്റ്റേഷൻ. ഇവിടെ ബാംഗ്ലൂർക്ക് പോകുന്ന ഒരു ഇൻ്റർസിറ്റി ട്രെയിൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് മേടിച്ചു. ഇവിടെ അകത്ത് തന്നെ ഒരു IRCTC ഫുഡ് ഓൺ ട്രാക്ക് ഉണ്ട്. അവിടെ നിന്നൊരു പുലാവ് മേടിച്ചു. ഇതാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. തിരിച്ചു പോകാനും ഇതിനകത്ത് ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വണ്ടി കാലിയാണ്.
ഒന്നാമത് ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് വലിയ ആളൊന്നും കാണത്തില്ല. അങ്ങോട്ട് പോകാൻ നേരത്തും വണ്ടിയിലൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ നമ്മൾ മൈസൂർ തലകുപ്പ വരെയുള്ള വന്ന വീഡിയോ രാവിലെ കുറച്ച് എഡിറ്റ് ചെയ്തു. ലാസ്റ്റ് ഇവിടെ വന്നിട്ടും ബാക്കി എഡിറ്റ് ചെയ്ത് തീർത്ത് ഇപ്പോൾ കണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തുകൊണ്ടിരിക്കുക, റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുക വീഡിയോ. അപ്പോൾ 4K ആയിട്ട് നല്ല ടൈം എടുക്കും റെൻഡർ ആകാൻ വേണ്ടി, ഒരു 1 hour അടുപ്പിച്ചൊക്കെ എടുക്കും. അപ്പോൾ ഇത് റെൻഡർ ആയി കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നത് തലകുപ്പ സ്റ്റേഷനിൽ പോയി വേണം ചെയ്യാൻ. കാരണം തലകുപ്പ സ്റ്റേഷനിൽ നല്ല 5G നെറ്റ്വർക്ക് ഉണ്ട്. ഞാൻ രാവിലെ അവിടെ പോയി നെറ്റിൻ്റെ സ്പീഡ് നോക്കിയപ്പോൾ അത്യാവശ്യം അപ്ലോഡ് സ്പീഡ് ഉണ്ട്, ഒരു 15 Mbps ഒക്കെ ഉണ്ട്. അത് മതി, ഒരു 1.5 മണിക്കൂറിൽ അപ്ലോഡ് ആവും. അപ്പോൾ അവിടെ പോയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് ഔട്ട് എടുത്ത് വെച്ചിട്ട് അവിടെ പോയിട്ട് അപ്ലോഡ് ചെയ്യണം, അതാണ് പരിപാടി. ഇങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന നേരത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. ഇതിപ്പം ട്രെയിനിൽ ആരും ഇല്ലാത്തതിനാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, റിസ്ക്കാണ്. എ സിയിലാണെങ്കിൽ കുഴപ്പമില്ല, സ്ലീപ്പറിൽ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടൊക്കെയാണ് കൂടുതൽ AC എടുക്കുന്നത്, കാരണം കയ്യിലുള്ള സാധനം സൂക്ഷിക്കണ്ടേ. എൻ്റെ വീഡിയോ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നത്, വേറെ ആരും ഇല്ല, ഞാൻ തന്നെ എഡിറ്റ് ചെയ്താലേ എനിക്ക് സമ്മാനമേ ഉള്ളൂ. നമ്മളങ്ങനെ കറക്റ്റ് ടൈം 2:25 തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് ഷിമോഗയിൽ നിന്നും. അപ്പോൾ ഇനി ലെഫ്റ്റ് സൈഡിലിരുന്ന് ലെഫ്റ്റ് സൈഡിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം, അധികമൊന്നുമില്ല. അപ്പോൾ ഇത് യശ്വന്ത്പൂർ വന്ന വണ്ടിയാണ്. ഇത് വന്ന ഉടനെ തന്നെ ഇത് ആൾക്കാർ കയറിയിരുന്ന് വണ്ടി ഫുള്ളായിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് സൺഡേ ആണ്, അവിടെ ബാംഗ്ലൂർ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ നാളെ മൺഡേ അല്ലേ, കയറി വണ്ടി മിക്കവാറും ഫുള്ളാകും കുറച്ച് കഴിയുമ്പോൾ തന്നെ. ആ വണ്ടിക്ക് വിസ്റ്റഡോം ഒക്കെ ഉണ്ട്. ശരിക്കും വിസ്റ്റഡോം ആ തലകുപ്പ പോകുന്നതിലും വണ്ടിക്ക് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ, കാരണം അങ്ങോട്ട് കുറച്ച് അത്യാവശ്യം സീനറിയൊക്കെ ഉള്ളതല്ലേ. എന്താണോ ഇങ്ങനെ കൊടുത്തേക്കുന്നത് ആർക്കറിയാം. നിങ്ങൾ ഇത് കണ്ടോ, നേരത്തെ നിങ്ങൾ മാർഷലിങ്ങാടിൻ്റെ ഭാഗമല്ലേ കണ്ടത്, ഇപ്പുറത്തെ ഒരു പുതിയ സ്റ്റേഷൻ പണിയുന്നത് കണ്ടോ. അതായത് ഇവിടെ എന്തോ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷൻ പണിതുകൊണ്ടിരിക്കുകയാണ് ഇവര്. ഷിമോഗയ്ക്ക് സാറ്റലൈറ്റ് ആയിട്ട് ഈ നമ്മുടെ കൊച്ചുവേളി പോലെ തന്നെ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷൻ പണിയുവാണ്. അതാണ് ഈ കാണുന്നത് കണ്ടോ, എന്തോ വലിയ സെറ്റപ്പ് വരുന്നുണ്ടപ്പോൾ. ആള് നിനക്ക് ഒന്നുമില്ല കേട്ടോ ഇവിടെ ഒന്നും. നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്ത് കണ്ട ആ സെയിം വണ്ടി നമുക്ക് തിരിച്ചും ക്രോസിംഗ് ഉണ്ട്. അത് മിക്കവാറും ആനന്ദപുരം സ്റ്റേഷനിൽ വെച്ചിട്ടാവാനാണ് ചാൻസ്. എന്തായാലും നോക്കാം. മറ്റേ ആ വണ്ടി ഉണ്ടല്ലോ, തലകുപ്പ മൈസൂർ ഇൻ്റർസിറ്റി, അതുമായിട്ട്. അരസലു സ്റ്റേഷൻ തേണ്ട നമ്മൾ എത്തിയിരിക്കുകയാണ് വീണ്ടും. മറ്റേ ആ മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെ, ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ വണ്ടി ഒന്നുകൂടെ സ്ലോയിലായിരിക്കും പോകുന്നത്, അത് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടല്ലോ, നമ്മുടെ മാൽഗുഡി ഡേയ്സ് ആ ഒരു TV സീരീസിലായിരുന്നു പണ്ടത്തെ ദൂരദർശനിലെ, അത് ഷൂട്ട് ചെയ്ത റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്ന അരസലു. അതുകൊണ്ട് ഇവിടെയാണ് ആ മാൽഗുഡി മ്യൂസിയം ഉള്ളത്, സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ കണ്ടാ. അതുകൊണ്ട് ഇവിടെ ആയിട്ട് അവിടെ കുറേ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടോ. അതെ, ഇവിടെയാണ് ആ സംഭവം കണ്ടാ, മാൽഗുഡി മ്യൂസിയം, പഴയൊരു കെട്ടിടത്തിൽ ഉള്ളതല്ലേ. നല്ലൊരു സറൗണ്ടിങ് ആണ്, ഫുള്ള് തേക്ക് മരങ്ങളൊക്കെ ആയിട്ടേ. ശരിക്കും പറഞ്ഞാൽ ചില ഭാഗങ്ങളൊക്കെ ഈ റൂട്ടിൻ്റെ കാണുമ്പോൾ നമുക്ക് മറ്റേ നിലമ്പൂർ ഷൊർണൂർ റൂട്ടിൻ്റെ ചെറിയൊരു സാമ്യം അവിടെ ഇവിടെയൊക്കെ തോന്നും ചില ഭാഗത്തൊക്കെ, ബാക്കിയൊക്കെ സാധാരണ ഇതുപോലെ തന്നെ ഉള്ളൂ.
നമ്മളങ്ങനെ ആനന്ദപുരം എത്തി. അപ്പോൾ ഇവിടെ മറ്റേ നമ്മൾ നേരത്തെ കണ്ട ആ വണ്ടി തിരിച്ചു പോവുകയാണ്, മറ്റേ തലകുപ്പം മൈസൂർ ഇൻ്റർസിറ്റി. അപ്പോൾ അതിവിടെ ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ പോകത്തുള്ളൂ. അത് കണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ വരും, നമ്മളിവിടെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് വന്നിട്ട് നമ്മൾ പോകും. തലകുപ്പം മൈസൂർ ഇൻ്റർസിറ്റി ഇതുകൊണ്ട് കയറി വരുന്നുണ്ട്. ഈ വണ്ടിയൊക്കെ ഞാൻ കഴിഞ്ഞോടെ വന്നപ്പോൾ ഇതൊക്കെ ICF ആയിരുന്നു. ഇപ്പോൾ ഇതെല്ലാം നല്ല അടിപൊളി LHB കോച്ചുകളും WP7 ഒക്കെ ആക്കി. ഈ റൂട്ട് അങ്ങനെ ദാരിദ്ര്യം പിടിച്ച റൂട്ടൊന്നും അല്ല കേട്ടോ, നല്ല കളക്ഷനുള്ള റൂട്ടാണ്. ഈ സാഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും ഷിമോഗയ്ക്കൊക്കെ ആൾക്കാർ പോകുന്ന റൂട്ടാണ്. അതുകൊണ്ടാണ് ഇവരിപ്പം എക്സ്ട്രാ ഒരു വണ്ടിയും കൂടെ തുടങ്ങിയേക്കുന്നത് യശ്വന്ത്പൂർ എന്നൊക്കെ. അതുപോലെ ഈ പോകുന്ന ഇൻ്റർസിറ്റി ആണെങ്കിലും എല്ലാം നല്ല ഫുള്ളായിട്ടാണ് പോകുന്നത്. ഷിമോഗയ്ക്ക് എത്തുമ്പോൾ വണ്ടി ഫുള്ളാവും. ഇവിടെ നിന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഈ വണ്ടിയിൽ. തലകുപ്പ എടുക്കാറായപ്പോൾ കണ്ട് ചാറ്റൽ മഴ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. നല്ല തണുപ്പാണ്, മഴ പെയ്തില്ലെങ്കിലും നല്ല തണുപ്പാണിപ്പോൾ. വൈകുന്നേരം ആവാറായല്ലോ, ഇപ്പോൾ 4 മണിയായി. നമ്മളങ്ങനെ സാഗര സ്റ്റേഷനിലേക്ക് കണ്ട് കയറുവാണേ. ഇവിടെ നമ്മളൊരു 5 മിനിറ്റ് ബിഫോർ ടൈമാണ് വന്ന് കയറിയത്. 4:10 വന്ന് കയറി. ഇനി 4:15 വണ്ടി വിടത്തുള്ളൂ. ഈ സാഗരയിൽ നിന്ന് നമുക്ക് കൊല്ലൂർ മൂകാംബിക പോകാൻ പറ്റും കേട്ടോ. ഇവിടെ അടുത്താണ്, 85 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ 2-2.5 മണിക്കൂർ എടുക്കും. ബസ്സൊക്കെ കിട്ടും ഇഷ്ടം പോലെ, ബസ് റൂട്ടാണ്. അപ്പോൾ അത് ഗാർഡ് സെക്ഷനാണ്, അതുകൊണ്ടാണ് അത്ര ടൈം എടുക്കണേ. അപ്പോൾ മൂകാംബികയ്ക്കൊക്കെ ഇവിടെ നിന്ന് പോകാൻ പറ്റും. ഇവിടെ ഉള്ളവർക്കൊക്കെ മൂകാംബിക പോകാൻ എളുപ്പമാണ്. തലകുപ്പ എന്തായാലും നമ്മളെ നിരാശപ്പെടുത്തിയില്ല. നമുക്ക് അങ്ങോട്ട് പോകാൻ നേരത്ത് നല്ല മഴ തന്നു. ഇങ്ങോട്ട് വരാൻ നേരത്ത് ചെറിയ മഴ ഉണ്ടെങ്കിൽ നല്ല ഓവർകാസ്റ്റ് ഉണ്ട്, നല്ല മൂടി നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ ആ സീനറി ഒക്കെ കണ്ടില്ല, നല്ലൊരു വൈബ് ക്ലൈമറ്റാണ്. നല്ല തണുപ്പാണ്, ഉച്ച കഴിഞ്ഞ തൊട്ട് നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ നമ്മൾ തലകുപ്പ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഇപ്പോൾ സമയം വൈകിട്ട് 4:30 നമ്മുടെ ഈ ഒരു ചെറിയൊരു യാത്രയോടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ ആണ്. അപ്പോൾ രാത്രി 8:55 ഈ വണ്ടിക്ക് ഞാൻ കയറി നേരെ യശ്വന്ത്പൂർ പോവും. അതിനെടുക്കുന്നൊന്നുമില്ല, രാത്രിയാണ്. വെളുപ്പിനെ 3:30-4 ആകുമ്പോൾ യശ്വന്ത്പൂർ എത്തും. അപ്പോൾ യശ്വന്ത്പൂർ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സകലേഷ്പൂർ സുബ്രഹ്മണ്യ ഘാട്ട് സെക്ഷനിൽ കൂടെ ഉള്ള അടിപൊളി യാത്രയാണ്. യശ്വന്ത്പൂർ കാർവാർ എക്സ്പ്രസ്, അതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ് നമ്മൾ പോകുന്നത്. ഒരു ഫുൾ ഡേ എടുത്തുള്ളൊരു യാത്രയാണ്, അടിപൊളി യാത്രയായിരിക്കും. മസ്റ്റ് വാച്ച് വ്ളോഗാണ്, അത് നിങ്ങൾ കാണണം. അത് ആ റൂട്ടിൽ എന്തായാലും മഴ കാണും, മഴ കാണാണ്ടിരിക്കത്തില്ല. ഇപ്പോഴും നമുക്ക് മഴ കിട്ടിയില്ല, മഴ കിട്ടി തുടങ്ങിയ അതുകൊണ്ട് സീനൊന്നുമില്ല. ആ റൂട്ടിൽ എന്തായാലും ഒരു 90% ഉറപ്പായിട്ടും മഴ കാണും. അപ്പോൾ ഈ വീഡിയോയുടെ എൻ്റെയാണ്. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ യശ്വന്ത്പൂർ കാർവാർ എക്സ്പ്രസ്സിൽ
മറ്റേ സകലേഷ്പൂർ സുബ്രഹ്മണ്യ കാച്ചിക്കോട്ടുള്ള യാത്രയായിട്ട് കാണാം. ബൈ.